ഹായ്, നമ്മളിന്നൊരു ഡിഫറെൻറ്റ് ടോപ്പിക്കുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. മൈക്രോസോഫ്റ്റ് എക്സലിലെ, അതായത് അഡ്വാൻസ്ഡ് മൈക്രോസോഫ്റ്റ് എക്സലിലെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു സ്ഥാപനത്തിനും നമ്മുടെ ഡേറ്റാബേസ് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യകത ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എക്സലിൽ വെറുതെ നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ കോളം ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് താഴെ അല്ലെങ്കിൽ നിരയായിട്ടോ വരിയായിട്ടോ ഒക്കെ നമ്മൾ ഡേറ്റാസ് അറേഞ്ച് ചെയ്യാറുണ്ട്. അതിൻ്റെയൊന്നും ആവശ്യമൊന്നുമില്ല. ഒരു കോമൺ ഫോർമാറ്റിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഫീൽഡ് ഉണ്ടാകും. ആ ഫീൽഡ് എല്ലാം കൂടെ നമ്മൾ ഡേറ്റ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായൊരു ഓർഡറായിട്ട് ഒരു ഡേറ്റാബേസ് ആയിട്ട് നമുക്ക് പിന്നെയും യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമുക്ക് സോർട്ട് ചെയ്തും അതിന് അനാലിസിസ് ചെയ്ത് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ കാര്യങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു സിമ്പിൾ ഫോമിലൂടെ ഡേറ്റാബേസ് ക്രിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ് മൈക്രോസോഫ്റ്റ് എക്സൽ യൂസ് ചെയ്ത്, അതായത് മൈക്രോസോഫ്റ്റിന്റെ അഡ്വാൻസ്ഡിലുള്ള കുറച്ച് ടൂൾസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എക്സലിൽ നമ്മുടെ മൈക്രോസോഫ്റ്റ് എക്സൽ തുറന്നിട്ട് എക്സലിൻ്റെ ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഒരു ബ്ലാങ്ക് വർക്ക് ബുക്ക് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കണം. ഇനി വേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ പർപ്പസ് എന്താണോ ആ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഫോം ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, അതിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത് അല്ലേ. നമ്മുടെ പർപ്പസിന് ആവശ്യമായിട്ടുള്ള ഫോം ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഷീറ്റ്, നിലവിലുള്ള ഷീറ്റിനെ ഞാൻ ഫോം എന്നുള്ള പേരിലേക്ക് മാറ്റുകയാണ്. അതുപോലെ തന്നെയാണ് ഒരു അഡീഷണൽ ഒരു ഷീറ്റും കൂടെ ഓപ്പൺ ചെയ്യുക. കാരണം നമ്മുടെ ഡേറ്റാബേസ് നമുക്ക് സ്റ്റോർ ചെയ്യാനായിട്ട് എന്തായിരുന്നു ഒരു ഷീറ്റ് ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ ഡേറ്റാബേസിന് വേണ്ടിയിട്ട് അഡീഷണൽ ഒരു ഷീറ്റും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി വേണ്ടത്, ഇപ്പോൾ ഞാനൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അപ്പോൾ എനിക്ക് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് ആണ് എന്ത് ചെയ്യേണ്ടത്, ഡേറ്റാബേസ് കീപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഡേറ്റാബേസ് വരുമ്പോഴത്തേനും ആ സ്റ്റുഡൻറ്റിൻ്റെ പേര്, അതുപോലെ ഫോൺ നമ്പർ, അതുപോലെ തന്നെ ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്യുന്നത്, അതോടൊപ്പം അത് ഓഫ്ലൈൻ മോഡാണോ ഓൺലൈൻ മോഡാണോ, ഇത്രയും ഡേറ്റയാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എൻ്റെ ഫോമിന് വേണ്ട ഫീൽഡും ഇത് തന്നെയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഫോം ആദ്യം ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, അതാണ് ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്ത് ചെയ്യുന്ന, ഈ ബ്ലാങ്ക് ഷീറ്റിൽ നമ്മുടെ ഫോം എന്ന് പറയുന്ന ആ ഷീറ്റിൽ പോയതിന് ശേഷം ആ ബ്ലാങ്ക് ഷീറ്റിനകത്ത് ഒരു ആദ്യത്തെ 2 കോളം 2 റോയും വിട്ടിട്ട് C3 എന്ന് പറയുന്ന സെല്ല് ഞാൻ സെലക്ട് ചെയ്യണം. ഫസ്റ്റ് എനിക്ക് വേണ്ട ഫീൽഡ് എന്ന് പറയുന്ന നെയിമാണ്. അപ്പോൾ ഞാൻ നെയിം എന്നുള്ളത് കൊടുത്തു. അതിനുശേഷം അതിന് താഴെയായിട്ടുള്ള ആ കോളം, ആ നെയിം എൻ്റർ ചെയ്യാനുള്ള ഫീൽഡായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക, അതിന് ബോർഡർ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കത് ഒരു ഫീൽഡായിട്ട് തന്നെ, ഒരു കോളമായിട്ട് തന്നെ നമുക്കത് കിട്ടും കേട്ടോ. അപ്പോൾ നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, അതിന് ആവശ്യത്തിലുള്ള വിഡ്ത്ത് കൊടുക്കുക. പേരൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് അല്പം ലെങ്തി ആയിട്ടുള്ള പേരാണെങ്കിൽ അത് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാറ്റങ്ങൾ അവിടെ വരുത്തുള്ള. അതിനുശേഷം ഒരു റോ വിട്ടതിന് ശേഷം എന്ത് ചെയ്യുക, അടുത്ത ഫീൽഡ് ഫോൺ നമ്പറാണ്. അപ്പോൾ ഫോൺ നമ്പർ എനിക്ക് അവിടെ എൻ്റർ ചെയ്യണം. അപ്പോൾ ഫോൺ നമ്പർ എന്നുള്ളത് ആ ഒരു ടൈറ്റിലായിട്ട് അവിടെ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ തൊട്ട് മുന്നേ ചെയ്തതുപോലെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഫീൽഡ് കൊടുക്കുക. അടുത്തൊരു റോ വിട്ടതിന് ശേഷമാണ് നമുക്ക് ആ കോഴ്സ് വേണ്ടത്. അപ്പോൾ കോഴ്സ് എന്ന് പറയുമ്പോഴത്തേനും നമുക്ക് എപ്പോഴും കോഴ്സിൻ്റെ നെയിം എൻ്റർ ചെയ്തുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമുക്ക് ഒരൊറ്റ ക്ലിക്കിൽ തന്നെ കോഴ്സ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരണം. ഒരു ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റ് ആയിട്ടായിരിക്കണം നമുക്ക് അവിടെ എന്ത് ചെയ്യേണ്ടത്, കോഴ്സ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അഡ 24/7 മലയാളം എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ കോഴ്സസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. SSC, ബാങ്ക്, PSC, അതോടൊപ്പം തന്നെ ടെക്നിക്കൽ കോഴ്സസ് അവൈലബിൾ ആണ്. അഡ്വാൻസ് എക്സൽ പോലുള്ള കോഴ്സസ് അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം നമുക്ക് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വരണം. അപ്പോൾ ഓരോ സ്റ്റുഡൻറ്റിൻ്റെയും ഡീറ്റെയിൽസിൻ്റെ കൂടെ ഏത് കോഴ്സിനാണ് ജോയിൻ ചെയ്തെന്നുള്ള ഡീറ്റെയിൽസും എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണം. ആ ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാൻ കോഴ്സ് നമ്മൾ ടൈറ്റിൽ കൊടുത്തു, അതിന് താഴെയുള്ള സെല്ല് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ പോകേണ്ടത് ഡാറ്റ എന്ന് പറയുന്ന ആ ഒരു മെനുവിലേക്കായിരിക്കും. അതിനകത്ത് നമുക്ക് ഡാറ്റ വാലിഡേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഇങ്ങനെ ഒരു ഡയലോഗ് ബോക്സ് ആയിരിക്കും അതിനകത്ത് എന്താവുന്നത്, ഡിസ്പ്ലേ ആവുന്നത് കേട്ടോ. ഈ ഒരു ഡയലോഗ് ബോക്സിനകത്ത് ആ എനി വാല്യൂ എന്നുള്ളതിനകത്ത് ലിസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് ലിസ്റ്റ് ഔട്ട് ചെയ്യേണ്ടതെന്നുള്ളതാണ് ആ സോഴ്സിനകത്ത്. ആ സോഴ്സ് ഒന്നുകിൽ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെൽസ് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്താലും മതിയാവും. ആ ഡേറ്റ ഉള്ള സെൽസ് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ നമുക്ക് മാനുവലായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. കോമ സെപ്പറേറ്റഡ് ആയിട്ട് മാനുവലായിട്ട് എൻ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ എനിക്ക് ഫസ്റ്റ് വേണ്ട ഡേറ്റ എന്ന് പറയുന്നത് SSC ആണ്. രണ്ടാമത് ഞാൻ കോമ കൊടുത്തതിന് ശേഷം PSC കൊടുത്തു. അതിനുശേഷം ബാങ്ക്, പിന്നെയാണ് നമ്മുടെ അഡ്വാൻസ് എക്സൽ എന്നുള്ള ആ ഒരു ഫീൽഡും കൂടെ ഞാൻ എന്ത് ചെയ്തു, അവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇത്രയും കോഴ്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് വിചാരിച്ചുള്ളൂ അല്ലേ. അപ്പോൾ ആ 4 ഓപ്ഷൻ എന്നിട്ട് ഓക്കെ കൊടുക്കുമ്പോഴത്തേനും കണ്ടോ, ആ കോഴ്സിന് താഴെയുള്ള നമ്മൾ സെലക്ട് ചെയ്ത ഫീൽഡിൽ ഒരു ഡ്രോപ്പ് ഡൗൺ അവൈലബിൾ ആണ്. അത് കണ്ടോ, SSC, PSC നമ്മൾ കൊടുത്ത അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് ഏതാണോ അത് സെലക്ട് ചെയ്യാൻ പറ്റും. ശരി, അടുത്ത് വേണ്ടത് ഈ കുട്ടി പഠിക്കുന്നത് ഓഫ്ലൈൻ മോഡിലാണോ ഓൺലൈൻ മോഡിലാണോ എന്ന് വേണം. അപ്പോൾ അതൊരു ഓപ്ഷനാണ് നമുക്കവിടെ കൊടുക്കേണ്ടത്. സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷനായിട്ട് വേണം കൊടുക്കാനായിട്ട്. അങ്ങനെ ഓപ്ഷൻ കൊടുക്കാൻ വേണ്ടി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ മെനു ബാറിൽ ഡെവലപ്പർ എന്നും പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ആ ഡെവലപ്പർ ഓപ്ഷൻ പോവുക. ഇൻ കേസ് നമ്മുടെ എക്സൽ ഡെവലപ്പർ ഓപ്ഷൻ ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും മെനുവോ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ആഡ് ചെയ്യാൻ പറ്റും. ഞാൻ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഫയൽ മെനു എടുക്കുക. ഫയൽ മെനുവിന് ഏറ്റവും താഴെയായിട്ട് ഓപ്ഷൻ എന്നൊരു മെനു നമുക്ക് കാണാം. അതിനകത്ത് നിന്നും അപ്പോൾ വരുന്ന ഡയലോഗ് ബോക്സിനകത്ത് നിന്നും കസ്റ്റമൈസ്ഡ് റിബൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം.
അവിടെ കണ്ടോ പോപ്പുലർ കമാൻഡ്സ് എന്ന് പറയുന്ന ആ സെക്ഷൻ്റെ കീഴിലായിട്ട് മെയിൻ ടാബ്സ് എന്നുള്ളത് കാണാൻ പറ്റും. ആ മെയിൻ ടാബ്സിനകത്ത് നമ്മുടെ അതിനകത്തുള്ള മെനു ബാറിനകത്തുള്ള എന്താ പറയുക ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അതിനകത്ത് ഡെവലപ്പർ ഓൾറെഡി സെലക്ടർ ആണ്. സെലക്ടർ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് സെലക്ട് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഡെവലപ്പർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആ ഡെവലപ്പർ ഓപ്ഷനകത്ത് നിന്നും നമുക്ക് എന്താണ് ഇവിടെ ഇൻസേർട്ട് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് കേട്ടോ. അതിനകത്ത് നിന്നും ഈ രണ്ടാമത്തെ റോയിൽ XYZ എന്നും പറഞ്ഞ ഗ്രൂപ്പ് ബോക്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആ ഗ്രൂപ്പ് ബോക്സ് എന്ത് ചെയ്യുക, നിങ്ങളിവിടെ അത് ഡ്രോ ചെയ്യുക കേട്ടോ. സെലക്ട് ചെയ്തിട്ട് അത് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആ ഗ്രൂപ്പ് ബോക്സ് അവിടെ അവൈലബിൾ ആയിരിക്കും. ആ ഗ്രൂപ്പ് ബോക്സ് എന്ന് എഴുതിയ ടൈറ്റിലിൻ്റെ അവിടെ നമുക്ക് എന്താണോ വേണ്ടത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. നമുക്ക് കോഴ്സ് മോഡാണ് വേണ്ടത് അല്ലേ. അപ്പോൾ ആ കോഴ്സ് മോഡാണ് നമുക്ക് അവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ കോഴ്സ് മോഡ് ഞാൻ അവിടെ എന്ത് ചെയ്തു, എൻ്റർ ചെയ്തു. ഓക്കെ, കോഴ്സ് മോഡ് അവൈലബിൾ ആയി. ഓക്കെ, അടുത്ത ഈ കോഴ്സിനകത്ത് ഓൺലൈൻ ഓഫ്ലൈൻ എന്നുള്ള ഒരു ബട്ടൺസ് നമുക്ക് കൊണ്ടുവരണം. അതാണ് നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ പറ്റുന്ന റേഡിയോ ബട്ടൺസ് അവിടെ വേണ്ടി വരും. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വീണ്ടും നമുക്ക് ഡെവലപ്പറിനകത്ത് ഇൻസേർട്ടിനകത്ത് തന്നെ പോകേണ്ടത് അത് ഫസ്റ്റ് റോയിലെ ഏറ്റവും റൈറ്റ് എൻഡിലായിട്ട് കണ്ടോ ഓപ്ഷൻ ബട്ടൺ അവൈലബിൾ ആണ്. ആ ഓപ്ഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതിനകത്ത് നമ്മളത് കൊണ്ടുവന്നിട്ട് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ഓപ്ഷൻ ബട്ടൺ അവൈലബിൾ ആയിരിക്കും. ഫസ്റ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കാൻ പോകുന്നത് ഓൺലൈൻ എന്നുള്ളതാണ് കേട്ടോ. ഓൺലൈൻ എന്നുള്ളതാണ് ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കാൻ പോകുന്നത്. കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഓൺലൈൻ എന്നുള്ളത് ഒരു ബട്ടൺ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ബട്ടൺ അവൈലബിൾ ആവും. അപ്പോൾ ഇനി വീണ്ടും അടുത്ത് ഓഫ്ലൈൻ ഓപ്ഷൻ കൊടുക്കാൻ ഇതേ രീതിക്ക് തന്നെ ഡെവലപ്പറിൽ പോയിട്ട് ഇൻസേർട്ട് ബട്ടൺ സെലക്ട് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്താൽ കിട്ടും. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്തതിന് ശേഷം ഈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അത് സെലക്ട് ആവും. എന്നിട്ട് എന്ത് ചെയ്യുക, വീണ്ടും കൺട്രോൾ പ്രസ് ചെയ്ത് തന്നെ ഒന്നും കൂടെ താഴേക്ക് ഡ്രാഗ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ ഒരു കോപ്പി നമുക്ക് അവിടെ ഫോം ചെയ്യും കേട്ടോ. അപ്പോൾ അതിന് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് എഡിറ്റ് ചെയ്താൽ മതി. ഓഫ്ലൈൻ എന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ രണ്ട് ഓപ്ഷൻസ് നമുക്കവിടെ ആഡ് ചെയ്തു, ഓൺലൈനും ഓഫ്ലൈനും കേട്ടോ. കോഴ്സ് മോഡ് അതുപോലെ ഓൺലൈനും ഓഫ്ലൈൻ ഓപ്ഷൻസും അതിനകത്ത് അവൈലബിൾ ആയി. അപ്പോൾ നമുക്ക് വേണ്ട ഫീൽഡ് എല്ലാം ആയിട്ടുണ്ട്. നെയിം, ഫോൺ നമ്പർ, കോഴ്സ് ഏതാണെന്നുള്ള സെലക്ട് ചെയ്യാനുള്ള ഡ്രോപ്പ് ഡൗൺ വിൻഡോ അവൈലബിൾ ആയി. അതിനകത്തും ആ കോഴ്സിൻ്റെ ആ ഒരു ഫീൽഡും കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോർഡർ കൊടുക്കാം. അപ്പോൾ ആ കോഴ്സ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. അതൊരു നമ്മുടെ ഇതിനുള്ള ഫോർമാറ്റിംഗ് നമ്മൾ എന്തായാലും ചെയ്യേണ്ടി വരും. നമുക്കൊരു ഭംഗി ഉണ്ടായിരിക്കണം, നമ്മുടെ ഫോം കാണാനായിട്ട് ഒരു വൃത്തിയൊക്കെ ഉണ്ടാവണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റിംഗ് നമുക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് നമുക്ക് ചെയ്യേണ്ടത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഇത്രയും ഡേറ്റ എൻ്റർ ചെയ്തതിനു ശേഷം സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ സബ്മിറ്റ് ബട്ടൺ നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് ബട്ടൺ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻസേർട്ടിൽ ഷേപ്സ് എന്നുള്ള ഓപ്ഷനിൽ പോയതിന് ശേഷം നമുക്ക് അവിടെ നിന്ന് ആവശ്യമുള്ള ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഒരു റെക്ടാങ്കുലർ ഷേപ്പ് സെലക്ട് ചെയ്യണം കേട്ടോ. റെക്ടാങ്കുലർ ഷേപ്പ് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്തു. അപ്പോൾ ആ ഷേപ്പ് അവിടെ വന്നിട്ടുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഡേറ്റ എൻ്റർ ചെയ്യാനുള്ള കഴ്സർ അവൈലബിൾ ആയിരിക്കും. അവിടെ സബ്മിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. സബ്മിറ്റ് ടൈപ്പ് ചെയ്തതിന് ശേഷം അത് സെലക്ട് ചെയ്തിട്ട് ആ ഹോം ബട്ടണിൽ പോയിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റിംഗ് നടത്താം. സെൻട്രലൈസ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, സൈസ് ഇൻക്രീസ് ചെയ്യുക. ജസ്റ്റ് സൈസ് ഒന്ന് ഇൻക്രീസ് ചെയ്യുക. ബോൾഡ് ചെയ്യണമെങ്കിൽ ബോൾഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ആ ബോക്സിൻ്റെ വലിപ്പവും നിങ്ങൾ എന്ത് ചെയ്യുക, മാറ്റം വരുത്തിക്കൊള്ളുക. ആ ബോക്സിൻ്റെ വലിപ്പവും നമുക്ക് അതിനനുസരിച്ച് എന്ത് ചെയ്യാം, മാറ്റം വരുത്താം. ഓക്കെ, അപ്പോൾ സബ്മിറ്റ് ബട്ടൺ നമ്മൾ ക്രിയേറ്റ് ചെയ്തു. ഇനി നമുക്ക് ഓപ്ഷൻ എൻ്റർ ചെയ്തതിന് ശേഷം അത് ക്ലിയർ ചെയ്യാനായിട്ടുള്ള ഒരു ക്ലിയർ ഓൾ ഓപ്ഷനും കൂടെ അവിടെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ നമുക്ക് വീണ്ടും ഒരു ഷേപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ ഇതിനെ തന്നെ വീണ്ടും കോപ്പിയാണ്. കൺട്രോൾ പ്രസ് ചെയ്തുകൊണ്ട് താഴേക്ക് ഡ്രാഗ് ചെയ്താൽ ആ ഷേപ്പ് എന്താവും, കോപ്പി ആയിട്ട് അതിനകത്ത് നമുക്ക് എഡിറ്റ് ചെയ്യാം. ആ സബ്മിറ്റ് എന്നുള്ളതിനെ എഡിറ്റ് ചെയ്ത് എന്ത് കൊടുക്കാം, ക്ലിയർ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. എന്നിട്ട് ഇതിന് എന്താണ് ഇവിടെ സബ്മിറ്റ് ബട്ടൺ പോലെ എനിക്കിത് വേണ്ട, ഇതിൽ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുത്തണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഈ ബാക്ക്ഗ്രൗണ്ടും റിമൂവ് ചെയ്യണം. അതുപോലെ ആ ബോർഡറും എനിക്ക് അവിടെ റിമൂവ് ചെയ്യണം. ആ ബോക്സിൻ്റെ ബോർഡർ റിമൂവ് ചെയ്യണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, ഒന്നുകിൽ ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഈ ഫില്ലും ഔട്ട്ലൈൻ ഓപ്ഷനിൽ നിന്ന് അത് മാറ്റാം. അല്ലെങ്കിൽ ഫോർമാറ്റ് ഷേപ്പ് ഓപ്ഷനിൽ നിന്ന് മാറ്റാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിവിടെ മെനു ബാറിൽ തന്നെ ഷേപ്പ് ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് ആ ഷേപ്പ് ഫില്ല് എന്നുള്ള എടുത്ത് കഴിഞ്ഞിട്ട് നോ ഫില്ല് കൊടുത്തു കഴിഞ്ഞാൽ ആ അകത്തെ കളർ പോകും. അതുപോലെ ഷേപ്പ് ഔട്ട്ലൈൻ ഒത്തുന്നുള്ളത് നോ ഔട്ട്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ ഔട്ട്ലൈനും മാറും. എന്നിട്ട് നമുക്ക് അകത്തുള്ള ടെക്സ്റ്റ് മാത്രം ജസ്റ്റ് ഒന്ന് എന്ത് ചെയ്യുക, സെലക്ട് ചെയ്തതിന് ശേഷം ഹോമിൽ പോയിട്ട് ആ ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് മാറ്റി കൊടുക്കുക. ഓക്കെ, എന്നിട്ട് അതിന് നമുക്ക് ചെറിയ സൈസിൽ, ഇത്രയും സൈസ് വേണ്ടാന്നുണ്ടെങ്കിൽ ചെറിയ സൈസിലാക്കിയതിന് ശേഷം ആ ബോക്സിൻ്റെ വലിപ്പമൊക്കെ കുറച്ചിട്ട് ഇതിൻ്റെ സെൻറ്ററായിട്ട്, അതായത് സബ്മിറ്റ് ബട്ടൻ്റെ സെൻറ്ററിലായിട്ട് അത് വരുന്ന രീതിക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ ക്ലിയർ ഓൾ അറേഞ്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോമിനകത്തുള്ള ഫീൽഡുകളെല്ലാം സെറ്റായി കഴിഞ്ഞു. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെറിയ ഫോർമാറ്റിംഗ് വരുത്താനാണ്. അപ്പോൾ അതിനുവേണ്ടി എനിക്ക് ആ ടൈറ്റിലൊക്കെ ഒന്ന് കോമൺ ഫോർമാറ്റ് വരണം. നെയിം എന്നുള്ളതും ഫോൺ നമ്പർ എന്നുള്ളതും കോഴ്സ് എന്നുള്ളതൊക്കെ കോമൺ ഫോർമാറ്റിൽ അല്ലെങ്കിൽ കോമൺ ഫോണ്ടിൽ വരണം. അപ്പോൾ ഞാൻ ഇതിൽ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് എന്ത് ചെയ്യുക, ആ ഫോണ്ടെല്ലാം ഒന്ന് മാറ്റുകയാണ്. ഫോണ്ട് മാറ്റി ഞാനത് എന്ത് ചെയ്തു, ബോൾഡാക്കി. അതിനുശേഷം കളർ വേണമെങ്കിൽ കളർ മാറ്റാം. പിന്നെ ഈ ഒരു ഇൻഡൻറ്റും കൂടെ ഒരെണ്ണം കൊടുത്തേക്കാം. ഈ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇൻഡൻ്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ള ഓപ്ഷനിലാണ്. അപ്പോൾ അതിന് ഇൻഡൻറ്റ് കൊടുത്തേക്ക്, അപ്പോൾ കുറച്ചും കൂടെ അകത്തേക്ക് അത് നിൽക്കും. അപ്പോൾ ആ ഒരു ബോർഡർ ടച്ച് ചെയ്ത് നിൽക്കത്തില്ല, കാണാനും നമുക്കൊരു ഭംഗി ഉണ്ടാവും. ഓക്കെ,
എന്നിട്ട് ഇതിപ്പോൾ ഈ കോളം കുറച്ചും കൂടെ വലുതാക്കണം, കുറച്ചും കൂടെ അതായത് പേരിന് കുറച്ചും കൂടെ വീതി കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പോഴത്തേക്ക് ആ കോഴ്സ് മോഡ് എന്നുള്ള ഓപ്ഷൻ കണ്ടോ, അത് കുറച്ച് ചെറുതായി. അത് വേണമെങ്കിൽ നമുക്ക് വലുതാക്കാം. കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ആ കോഴ്സ് മോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും എന്തായിരിക്കും, അത് സെലക്ട് ആവും. അവിടെ ഈ ഒരു കോർണറിൽ പിടിച്ചുകൊണ്ട് നമുക്ക് ഡ്രാഗ് ചെയ്ത് വലുതാക്കുകയും ചെറുതാക്കുകയൊക്കെ ചെയ്യാം. നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് ചെയ്യാം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഫീൽഡുകൾ ഓരോന്ന് സെലക്ട് ചെയ്യുക. നെയിമിൻ്റെയും ഫോൺ നമ്പറിൻ്റെയും ആ കോഴ്സിൻ്റെയും ഫീൽഡ് സെലക്ട് ചെയ്യുക. അതിനും ചെറിയൊരു ഇൻറ്റൻറ്റ് കൊടുക്കുക. അതുപോലെ ഞാൻ അതിനെ റൈറ്റ് അലൈൻമെൻറ്റ് ആക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് ഇറ്റാലിക്സ് ആക്കുകയും ചെയ്യണം. അപ്പോൾ ആ ഒരു ഫോമിനകത്ത് വരുന്ന ഡേറ്റ അതൊരു ഭംഗിയൊക്കെ വരുത്താൻ വേണ്ടി നമുക്ക് എന്താണ് അത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അത്രയും ചെയ്തു. അതിനുശേഷം ഞാൻ എന്ത് ചെയ്തു, ഇവിടം തൊട്ട് ഇങ്ങനെ ഒരു സെലക്ഷൻ നടത്തി. അതിനകത്തേക്ക് ആ ചുറ്റുമുള്ള കോളം കൂടെ ചേർത്ത് സെലക്ട് ചെയ്തു. എന്നിട്ട് ഞാൻ അവിടെ ഒരു ബോർഡർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ആ ഒരു ഫോമിനൊരു ബോർഡർ, ഒരു തിക്ക് ഔട്ട്സൈഡ് ബോർഡർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അത് ബോർഡർ കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്തു, ഞാൻ ഈ ഫുള്ളായിട്ട് ഈ ഒരു ഷീറ്റ് സെലക്ട് ചെയ്തതിന് ശേഷം കൺട്രോളിൽ പ്രസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഫോം മാത്രം ഞാൻ ഡ്രാഗ് ചെയ്തു. അപ്പോൾ ആ ഫോമിൻ്റെ സെലക്ഷൻ മാറി, അത് ഡീസെലക്ട് ആയി. ബാക്കിയുള്ളത് മാത്രം സെലക്ട് ചെയ്തു. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ബാക്കിയുള്ള ഫീൽഡിലെല്ലാം ഞാനൊരു കളർ വെച്ച് ഫില്ല് ചെയ്യുകയാണ്. ഞാൻ ഈ ഒരു കളർ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഫോം മാത്രമായിട്ട് നമുക്കൊരു വൃത്തിക്ക് ഒരു ഭംഗിക്ക് അത് മാറി നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇനി നോക്കുക, ഈ ഫോമിനകത്ത് മാത്രം നമ്മൾ സെലക്ട് ചെയ്തിട്ട് അവിടെ ആ ബാക്ക്ഗ്രൗണ്ട് ഫില്ല് വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും കളർ വേണമെങ്കിൽ കളർ കൊടുത്തു കഴിഞ്ഞാൽ അത് മാത്രമായിട്ട് കണ്ടോ ഒരു ഫോം എന്നുള്ള രീതിക്ക് നമുക്കൊരു സോഫ്റ്റ്വെയറിനൊക്കെ അകത്ത് കാണുന്ന രീതിക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കിട്ടും. അതിന് ഇതേപോലെ വേണമെങ്കിൽ നമുക്ക് സെൻറ്ററൈസ് അലൈൻ ചെയ്യാം. ഈ റോയും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ കറക്റ്റ് മിഡിലായിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈസൊക്കെ മാറ്റാൻ പറ്റും കേട്ടോ. അത് നമ്മുടെ ആവശ്യാനുസരണം ഫോർമാറ്റിംഗ് നിങ്ങൾ എന്ത് ചെയ്യുക, നടത്തിക്കൊള്ളുക. എൻ്റെ ഈ സബ്മിറ്റ് ബട്ടണൊക്കെ കുറച്ചും കൂടെ നമുക്ക് സെൻറ്ററിലേക്ക് വരാൻ നോക്കി, അത് സെൻറ്ററിലേക്ക് നമുക്ക് മൗസ് വെച്ച് തന്നെ ക്ലിക്ക് ചെയ്ത് കൊണ്ടുവരാം. അല്ലാന്നുണ്ടെങ്കിൽ കീബോർഡിൽ ആരോ കീസ് യൂസ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കൊണ്ടുവരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള ഫോർമാറ്റിംഗ് ഒക്കെ അത് നമ്മുടെ യുക്തിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മുടെ ഫോം കംപ്ലീറ്റ് ആയി, ഫോമിൻ്റെ ഇത് കംപ്ലീറ്റ് ആയി. ഞാൻ ജസ്റ്റ് അതിനകത്തൊരു ഫീൽഡ് ആഡ് ചെയ്യാണ് കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് എൻ്റർ ചെയ്യാം, റഫായിട്ട് എൻ്റർ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതിനെ ഈ പറയുന്ന ഈ ഒരു ഫോമിൽ ഡേറ്റ എൻ്റർ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റാബേസ് ഷീറ്റിലും അത് വരണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഡീഷണൽ ഒരു ഷീറ്റും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഷീറ്റ് 3 എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഷീറ്റും കൂടെ എന്ത് ചെയ്തു, ക്രിയേറ്റ് ചെയ്തു. എന്നിട്ട് നമ്മളിവിടെ വന്ന ടൈറ്റിൽസ് ഏതൊക്കെയാണോ ആ ടൈറ്റിൽ ഇവിടെയും കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡേറ്റ ഈ ഒരു ഷീറ്റിൻ്റെ സപ്പോർട്ടിലാണ്. അപ്പോൾ അതിനെ ഞാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ആ നെയിം കൊടുക്കണം. ഷീറ്റ് 3 ഞാൻ സപ്പോർട്ട് എന്ന് പറഞ്ഞ് ഒരു നെയിം കൊടുക്കുകയാണ്. അപ്പോൾ ഈ സപ്പോർട്ട് എന്ന് പറയുന്ന ഷീറ്റ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡേറ്റയെ ആ ഡേറ്റാബേസ് ഷീറ്റിലേക്ക് മാപ്പ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നെയിം നമുക്കിവിടെ വരണം. നമ്മളവിടെ എന്ത് എൻ്റർ ചെയ്യുന്നോ അത് അതുപോലെ ഇവിടെ വരണം. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, അപ്പോൾ നെയിമിൻ്റെ സ്ഥാനത്ത് നെയിം വരാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഈക്വൽ സൈൻ കൊടുക്കുക. എന്നിട്ട് നേരെ ഫോം എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഫോമിനകത്ത് നെയിമിൻ്റെ ഫീൽഡ് ഏതാണോ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം എൻ്റർ പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോഴത്തേക്കും കണ്ടോ ആ പേര് അവിടെ വന്നിട്ടുണ്ടാവും. അടുത്ത ഫോൺ നമ്പർ ഇതുപോലെ തന്നെയാണ്. ഈക്വൽ സൈൻ കൊടുത്തതിന് ശേഷം ഫോമിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഫോൺ നമ്പർ എന്നുള്ള ആ ഫീൽഡ് സെലക്ട് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. ആ ഫോൺ നമ്പർ അവിടെ വരും. ഓക്കെ, അതുപോലെ തന്നെ സെയിം കൺസെപ്റ്റ് തന്നെയാണ് നമ്മുടെ കോഴ്സിനകത്തും ചെയ്യേണ്ടത്. ഈക്വൽ പ്രസ് ചെയ്യുക, ഫോമിൽ പോവുക, കോഴ്സ് സെലക്ട് ചെയ്യുക, എൻ്റർ പ്രസ് ചെയ്യുക. അപ്പോൾ കോഴ്സിനകത്തുള്ളത് ഏതാണോ സെലക്ട് ആയിട്ടുള്ളത് ആ കോഴ്സ് അവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ. ഇനി കോഴ്സ് മോഡിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്, കാരണം അത് ഓപ്ഷൻ ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യേണ്ടല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നേരെ ഫോമിൽ വരിക. ഫോമിൽ വന്നതിന് ശേഷം ഞാൻ ഫസ്റ്റ് ഓൺലൈൻ എന്നുള്ളത് സെലക്ട് ചെയ്യാണ്. കൺട്രോൾ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യാണ്. സെലക്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു ഫോർമാറ്റ് കൺട്രോൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതിനകത്ത് നിന്ന് നമുക്ക് എന്തായിരിക്കും, ആ സെൽ ലിങ്ക് എന്നുള്ളതിനകത്താണ് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ സെൽ ലിങ്ക് നമുക്ക് എടുക്കണം. ആ സെൽ ലിങ്ക് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മുടെ സപ്പോർട്ട് എന്നുള്ള ഷീറ്റിൽ വന്നിട്ട് എന്ത് ചെയ്യുക, എവിടെയാണോ നമുക്ക് വേണ്ടത് ആ കോളം എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. ഈ ഒരു കോളം ആയിരിക്കണം നമ്മളവിടെ എന്ത് ചെയ്യേണ്ടത്, സെലക്ട് ചെയ്യേണ്ടത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമ്പർ ഓപ്ഷൻ 1 ആണോ 2 ആണോ എന്നുള്ള നമ്പർ ആയിരിക്കും നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവുക. അപ്പോൾ അത് സെലക്ട് ചെയ്യുക. ശരി, അപ്പോൾ നമ്മളിപ്പോൾ സപ്പോർട്ടിൽ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഒന്നാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്യേണ്ട 1 ആയിരിക്കും വന്നത്. ഇനി നേരെ ഫോമിൽ പോയിട്ട് രണ്ടാമത്തെ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 2 ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. സപ്പോർട്ടിൽ 2 ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക അല്ലേ. രണ്ടാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 2 ആയിരിക്കും കാണിക്കുന്നുണ്ടാവുക. ശരി, അടുത്ത് നമ്മൾ വീണ്ടും ഫോമിലേക്ക് വരികയാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ഈ കോളത്തിൽ കൊടുക്കാത്തതിന് കാരണം അവിടെ നമുക്ക് ഏതാണ് ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ള ഒരു സെലക്ഷൻ നമുക്ക് വരണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളവിടെ ഒരു ഫോർമുല യൂസ് ചെയ്യും. ഇഫ് എന്ന് പറഞ്ഞ ഫോർമുല ആയിരിക്കും നമുക്ക് യൂസ് ചെയ്യുന്നത്. അടുത്ത് നമുക്കിവിടെ ഓൺലൈൻ ആണോ ഓഫ്ലൈൻ ആണോ എന്നുള്ളത് കൊണ്ടുവരാൻ പറ്റും. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഒരു ചെറിയൊരു ഫോർമുല യൂസ് ചെയ്താൽ മതി. ഈക്വൽ കൊടുക്കുക, എന്നിട്ട് ഇഫ് ഓപ്പറേറ്റർ നമ്മളവിടെ യൂസ് ചെയ്യുന്നത്. ഇഫ് കൊടുത്തതിന് ശേഷം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇവിടുത്തെ വാല്യൂസ് ഈ 1 ആണോ 2 ആണോ എന്നനുസരിച്ചായിരിക്കും നമുക്ക് അവിടെ ലിസ്റ്റ് ചെയ്യേണ്ടത്. അതിന് 1 എന്ന് പറയുന്ന വാല്യൂ ആണ് നമുക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ, 1 എന്ന് പറയുന്ന വാല്യൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അപ്പോൾ കോമ കൊടുക്കുക. അപ്പോൾ ഇനി വാല്യൂ അവിടെ എന്താണ് വരേണ്ടതെന്നുള്ളത് ഇൻവെർട്ടർ കോമയ്ക്കകത്ത് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം, ഓൺലൈൻ വരണം. ഓക്കെ, ഓൺലൈൻ എന്ന് വരണം. വീണ്ടും കോമ കൊടുക്കുക. അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും വരുന്നത്, അത് ട്രൂ അല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, വേറെ ഏത് നമ്പർ വന്നാൽ അവിടെ എന്താ വരേണ്ടത്, ഓഫ്ലൈൻ എന്നുള്ള കൺസെപ്റ്റിലായിരിക്കും, ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും എന്ത് ചെയ്യേണ്ടത് വരേണ്ടത് കേട്ടോ. ഓഫ്ലൈൻ എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരേണ്ടത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞു. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോഴത്തേക്കും കേട്ടോ 1 എന്ന് പറഞ്ഞാൽ ഓൺലൈൻ വരും. ഇനി ഫോമിൽ പോയിട്ട് നിങ്ങൾ 2 ആണ് സെലക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവിടെ വരുന്നത്, 2 ആയിരിക്കും വരുന്നുണ്ടാവുക.
ഓക്കെ, അപ്പോൾ ഈ ഡേറ്റ ഇതേ രീതിക്ക് നമുക്ക് ഇതിനകത്ത് ഈ സപ്പോർട്ട് ഷീറ്റിലേക്ക് മാപ്പ് ചെയ്യാം. ഇനി ഇത് എവിടേക്ക് നമുക്ക് കൊണ്ടുപോകണം? നമ്മുടെ ഡേറ്റാബേസ് ഷീറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ ഒരു ഓട്ടോമേഷൻ അവിടെ സെറ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമുക്ക് ഈ ടൈറ്റിൽ വേണം. ടൈറ്റിൽ നിങ്ങൾ സെലക്ട് ചെയ്യുക, അത് കോപ്പി ചെയ്യുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? നേരെ നമ്മുടെ ഡേറ്റാബേസ് ഷീറ്റിൽ പോവുക. എന്നിട്ട് ഈ ഒരു കോളത്തിൽ വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് സ്പെഷ്യൽ എന്നുള്ള ഓപ്ഷനിൽ കൊടുക്കുക. എന്നിട്ട് ട്രാൻസ്പോസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോഴത്തേനും അവിടെ നമ്മൾ കോളം വൈസ് സെലക്ട് ചെയ്ത് എന്തിലേക്ക് മാറും? റോയിലേക്ക് മാറും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ആവശ്യത്തിനുള്ള മാറ്റം വരുന്നത് നമ്മുടെ ഡേറ്റാബേസ് ഷീറ്റ് ഇതാണ്. അപ്പോൾ ഈ ഷീറ്റിൽ നമുക്ക് വേണ്ട മാറ്റങ്ങളും ചേഞ്ചസും എല്ലാം നമുക്കവിടെ ഫോർമാറ്റിംഗ് എല്ലാം അവിടെ നടത്താം. ഞാനതിനെ ബോൾഡ് ആക്കുകയാണ്. എന്നിട്ട് ബാക്ക്ഗ്രൗണ്ടിന് ചെറിയൊരു കളറും കൂടെ കൊടുക്കുകയാണ് കേട്ടോ. കളറും കൂടെ കൊടുക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്തു? അവിടെ ഒരു കോളവും കൂടെ അതിനകത്ത് കൊടുത്തു കഴിഞ്ഞു. ഇനി ഇതിനകത്താണ് നമുക്ക് ആ ഡേറ്റാസ് വരേണ്ടത്. ഇനി ഇവിടെ എന്ത് നമ്മൾ എൻ്റർ ചെയ്യും, ഫോമിൽ എന്ത് കാര്യം എൻ്റർ ചെയ്താലും അത് നമുക്ക് എവിടെ വരണം? നമ്മുടെ ഡേറ്റാബേസ് ഷീറ്റിൽ വരണം. അതിനുവേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന മാക്രോ എന്ന് പറയുന്ന ഓപ്ഷൻ കേട്ടോ. അപ്പോൾ ഈ മാക്രോ എന്നുള്ള ഓപ്ഷൻ എവിടെ നിന്ന് നമുക്ക് കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേരെ ഡെവലപ്പർ ടൂളിൽ പോവുക. ഡെവലപ്പറിൽ കണ്ട തുടക്കത്തിൽ മാക്രോസ്, അതിൽ നമുക്ക് റെക്കോർഡ് മാക്രോ എന്നുള്ള ഓപ്ഷനാണ് ചെയ്യേണ്ടത്. സബ്മിറ്റ് ബട്ടൻ്റെ ആ ഒരു പ്രോസസ്സാണ് എനേബിൾ ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ സബ്മിറ്റ് എന്ന് തന്നെ കൊടുക്കുകയാണ്. ഓക്കെ, സബ്മിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഓക്കെ പ്രസ് ചെയ്യാം. സബ്മിറ്റ് എന്ന് കൊടുത്തതിന് ശേഷം ഓക്കെ പ്രസ് ചെയ്യുക. എന്നിട്ട് നേരെ സപ്പോർട്ട് ഷീറ്റിൽ പോവുക. സപ്പോർട്ട് ഷീറ്റിൽ നിന്ന് നമ്മൾ എന്താണ് ഈ ഒരു വാല്യൂസ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് സാമ്പിളായിട്ട് കൊടുത്ത ആ വാല്യൂസ് സെലക്ട് ചെയ്തതിന് ശേഷം നേരെ താഴെ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം പേസ്റ്റ് സ്പെഷ്യൽ എന്ന് പറഞ്ഞുള്ള ഓപ്ഷനിലേക്ക് വരിക. എന്നിട്ട് ഈ പേസ്റ്റ് എന്നുള്ളതിൻ്റെ താഴെ ഓൾ എന്നുള്ളത് മാറ്റി വാല്യൂസ് എന്നുള്ളത് കൊടുക്കുക. അതുപോലെ ട്രാൻസ്പോസും കൊടുക്കുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഈ വന്ന വാല്യൂസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് കോപ്പി ചെയ്യുക കേട്ടോ. എന്നിട്ട് നേരെ നമ്മുടെ ഡേറ്റാബേസ് ഷീറ്റിൽ പോയതിന് ശേഷം ആ നെയിമിന് താഴെയുള്ള ആ കോളത്തിൽ ക്ലിക്ക് ചെയ്ത് ഡയറക്റ്റ് പേസ്റ്റ് ചെയ്യരുത്. എന്ത് ചെയ്യണം? നേരെ ഹോം ടാബിൽ പോയിട്ട് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ഇൻസേർട്ട് കോപ്പീഡ് സെൽസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് അവിടെ രണ്ടാമത്താണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. രണ്ടാമത്തെ ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. ഷിഫ്റ്റ് സെൽസ് ഡൗൺ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ ഡേറ്റ ഇവിടെ വന്നു. ഓക്കെ, ഇനി നേരെ നമുക്ക് വീണ്ടും ഫോമിൽ പോയതിനു ശേഷം അതായത് ഒരു റെസ്പോൺസ് സബ്മിറ്റ് ചെയ്തതിന് ശേഷം എന്ത് പറഞ്ഞാൽ ആ ഫോം ക്ലിയർ ആവണം. അപ്പോൾ അതിനുള്ള ഇതും കൂടെ നമ്മളിവിടെ സെറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ ആ നെയിമിന് നേരെ ക്ലിക്ക് ചെയ്തിട്ട് അത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഫോൺ നമ്പറിന് നേരെ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ആ കോഴ്സിന് നേരെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്താൽ അത് ക്ലിയർ ആവും. ഓക്കെ, അപ്പോൾ നമ്മുടെ മാക്രോ ആ സബ്മിറ്റ് എന്ന് പറയുന്ന ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഈ മാക്രോ എന്ത് ചെയ്യണം? എൻഡ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒന്നുകിൽ ഈ താഴെയുള്ള ബട്ടൺ യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ നേരെ ഡെവലപ്പറിൽ പോയിട്ട് കണ്ടോ സ്റ്റോപ്പ് റെക്കോർഡിംഗ് എന്നുള്ള ഓപ്ഷൻ എന്ത് ചെയ്യാം? ക്ലിക്ക് ചെയ്യാം. അപ്പോൾ സബ്മിറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ള മാക്രോ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇനി നമുക്കത് അസൈൻ ചെയ്യാം മാക്രോ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ സബ്മിറ്റ് എന്നുള്ള റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അസൈൻ മാക്രോ എന്നുള്ള ഓപ്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? സെലക്ട് ചെയ്യാം. അവിടെ നമ്മൾ സബ്മിറ്റിന് വേണ്ടി കൊടുത്തിട്ടുള്ള ആ ഒരു എന്താ പറയുക പ്രോസസ്സ്, ആ മാക്രോ നമുക്ക് അസൈൻ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ആ ക്ലിയർ ആളെന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും കൂടി വേണ്ടിയിട്ടുള്ള കാര്യം ഇവിടെ എനേബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ക്ലിയർ ആളെന്നുള്ള ബട്ടന് വേണ്ടിയിട്ടുള്ള മാക്രോയും നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യണം കേട്ടോ. എന്ത് ചെയ്യാം? നമുക്ക് ഫീൽഡ് ആദ്യം എന്ത് ചെയ്യാം? ഫില്ല് ചെയ്യണം. ഞാൻ അപ്പോൾ വേറൊരു പേര് അവിടെ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ക്ലിയർ ഓൾ ഓപ്ഷനും വർക്ക് ആവണം. അതിന് വേണ്ടിയിട്ട് റെക്കോർഡ് മാക്രോ കൊടുക്കുക. മാക്രോയ്ക്ക് ഞാൻ ക്ലിയർ എന്നുള്ള പേരായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യണം? നേരെ ആ നെയിം ഫീൽഡിൽ വന്നതിന് ശേഷം അവിടെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. ഫോൺ ഫീൽഡ് വന്നതിന് ശേഷം അവിടെ എന്ത് ചെയ്യണം? ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. ആ കോഴ്സ് ഫീൽഡ് വന്നതിന് ശേഷം അവിടെ ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യണം. അപ്പോൾ അത് ഓക്കെ ആയി. എന്നിട്ട് നേരെ എന്ത് ചെയ്യുക? ഒന്നുകിൽ അതിനകത്ത് അല്ലെങ്കിൽ താഴെ വന്നതിന് ശേഷം ആ മാക്രോ എന്ത് ചെയ്യുക? റെക്കോർഡ് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? നേരത്തെ ചെയ്ത പോലെ ക്ലിയർ ഓളിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അസൈൻ മാക്രോ ചെയ്തിട്ട് ആ ക്ലിയർ എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. ശരി, അപ്പോൾ നമ്മുടെ ഡേറ്റ അതിനകത്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇനി നമുക്ക് ചെയ്യേണ്ടത്, ഇനി നമ്മൾ ഈ ചെയ്ത കാര്യങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ ഞാനൊരു പുതിയൊരു ഡേറ്റ എൻട്രി ചെയ്യണം. ഓക്കെ, പുതിയ ഡേറ്റ എൻട്രി ചെയ്യുമ്പോഴത്തേക്കും ഞാൻ പേര് കൊടുക്കുക. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുക. അപ്പോഴത്തേനും സബ്മിറ്റായി കണ്ടോ. സബ്മിറ്റ് ആയതിനു ശേഷം ഫീൽഡെല്ലാം ക്ലിയർ ആയി. നമ്മളങ്ങനെ അത് ഡേറ്റ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ആ നിഖിലിൻ്റെ ഡേറ്റ എന്ത് ചെയ്തു? ഇവിടെ വരികയും ചെയ്തു കേട്ടോ. ഇനി ഇതുപോലെ തന്നെ നമുക്ക് ആ ക്ലിയർ ഓളിൻ്റെയും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വേറൊരു പേര് കൊടുക്കുകയാണ്. ഏതെങ്കിലും ഒരു പേരോ നമ്പറോ നിങ്ങൾ അതിനകത്ത് എൻ്റർ ചെയ്താൽ മതി കേട്ടോ. പേരോ നമ്പറോ ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്താൽ മതി. കോഴ്സ് ഒരെണ്ണം സെലക്ട് ചെയ്യുക, SSC സെലക്ട് ചെയ്യുക. എന്നിട്ട് ക്ലിയർ ആവണമെന്നുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ അത് ക്ലിയർ ആയി കണ്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡേറ്റാബേസ് മാനേജ് ചെയ്യാം. ഈ ഒറ്റ ഷീറ്റിൽ നമുക്ക് ആവശ്യമുള്ള ഫീൽഡല്ല ഇനി വേണമെങ്കിൽ ഈ ഫോമിനകത്ത് നമുക്ക് ഫീൽഡ്സ് വീണ്ടും അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. നമുക്ക് എന്ത് ചേഞ്ചസ് വേണോ ഇതിനകത്ത് വരുത്താം. ഒരു സോഫ്റ്റ്വെയറിൻ്റെ എന്താ പറയുക ഓപ്പണിംഗ് ഇൻ്റർഫേസ് പോലെ നമുക്കത് കിട്ടുകയും ചെയ്യും. ആ ഒരു ഡേറ്റ നമുക്കൊരു ഷീറ്റിലേക്ക് കിട്ടുകയും ചെയ്ത് അതിനെ സോർട്ട് ചെയ്യാനും നമുക്ക് വേണ്ട രീതിക്ക് അനാലിസിസ് നടത്താനും എല്ലാം ആവശ്യമായ ഡേറ്റാബേസ് നമ്മുടെ കയ്യിലുണ്ടാകും കേട്ടോ. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എക്സൽ വെച്ച് എക്സലിൻ്റെ അഡ്വാൻസ് ടൂൾസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിത് സേവ് ചെയ്യുമ്പോഴത്തേക്കും ഫയൽ എന്നുള്ള ഓപ്ഷനിൽ പോയതിനു ശേഷം സേവ് എസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. നമുക്ക് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് ആ ഡെസ്റ്റിനേഷൻ സെലക്ട് ചെയ്തതിനു ശേഷം ഇവിടെ സ്വാഭാവികമായിട്ട് എക്സൽ വർക്ക് ബുക്ക് എന്നുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടാവുക. അത് നിങ്ങൾ മാറ്റിയതിന് ശേഷം എന്താക്കുക? എക്സൽ മാക്രോ എനബിൾഡ് വർക്ക് ബുക്ക് എന്നാക്കിയതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്? നിങ്ങളത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡേറ്റാബേസ് ചെയ്യാനുള്ള ഒരു ഓട്ടോമേറ്റഡ് ഫോം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും.
ഇത്തരത്തിലുള്ള കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും എക്സലിന്റെ ഇത്തരത്തിലുള്ള കൂടുതൽ ട്രിക്സ് പഠിക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ അഡ്വാൻസ് എക്സലിന്റെ ഒരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അഡ 24/7 മലയാളത്തിൽ. നിങ്ങൾ ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ തന്നിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യുക. അപ്പോൾ ഇത്രയും വേഗം രജിസ്റ്റർ ചെയ്യുക. ഒരു ക്ലാസ് പോലും മിസ്സാക്കാതെ നമുക്ക് കൃത്യമായിട്ടും വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ ഈസി ആയിട്ട് എക്സലിന്റെ അഡ്വാൻസ് എക്സലിന്റെ എല്ലാ ടിപ്സും പഠിച്ചെടുക്കാം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ ക്ലാസ്സുകൾക്കും ട്രിക്സിനും ഒക്കെ ആയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഓൾ.